ഇസ്രായേലിൽ ആഭ്യന്തര രാഷ്ട്രീയത്തെയും സാമൂഹിക അന്തരീക്ഷത്തെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്ന കടുത്ത ആഭ്യന്തര കലഹം വീണ്ടും തെരുവ് യുദ്ധമായി മാറിയിരിക്കുകയാണ്. നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്ന് വിട്ടുനിന്ന തീവ്ര ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ഒരു യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിനു പിന്നാലെയാണ് രാജ്യം കടുത്ത പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്. ബെയ്ത്ത് ഷമേഷ് നഗരത്തിലുള്ള ഒരു പ്രധാന പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിലേക്ക് ഇരച്ചു കയറിയ തീവ്ര നിലപാടുകാരായ പ്രതിഷേധക്കാർ പോലീസുമായി നേരിട്ട് ഏറ്റുമുട്ടുകയായിരുന്നു. ഇസ്രയേൽ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന വലിയൊരു ആഭ്യന്തര ഭിന്നതയുടെ ഭീകരമായ മുഖമാണ് ഈ സംഭവത്തിലൂടെ വീണ്ടും പുറത്തു വന്നിരിക്കുന്നത്. അതിരൂക്ഷമായ നാടകീയ രംഗങ്ങളാണ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് അരങ്ങേറിയത്. സ്റ്റേഷന്റെ പ്രധാന കവാടങ്ങൾ ബലമായി തള്ളി തുറന്ന പ്രതിഷേധക്കാർ ഉള്ളിലേക്ക് ഇരച്ചു കയറുകയും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ കല്ലുകളും മറ്റവശിഷ്ടങ്ങളും വൻതോതിൽ എറിയുകയും ചെയ്തു. പ്രകോപിതരായ ജനക്കൂട്ടം സ്റ്റേഷന് സമീപത്തുണ്ടായിരുന്ന കാടുകൾക്കും സസ്യങ്ങൾക്കും തീയിട്ടതോടെ പ്രദേശം മുഴുവൻ പുകപടലങ്ങളാൽ മൂടപ്പെട്ടു. ഇതോടെ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകുകയും കനത്ത സുരക്ഷാ പ്രതിസന്ധി രൂപപ്പെടുകയും ചെയ്തു. തുടർന്ന് സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ഇസ്രയേൽ പോലീസിന് പുറമെ അതിർത്തി രക്ഷാ സേനയുടെ പ്രത്യേക യൂണിറ്റുകളെയും സംഭവ സ്ഥലത്തേക്ക് അടിയന്തരമായി വിന്യസിക്കേണ്ടി വന്നു. അക്രമാസക്തരായ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാനും പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാനും സുരക്ഷാ സൈനികർക്ക് കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടി വന്നു. പ്രതിഷേധക്കാർക്ക് നേരെ വലിയ തോതിൽ സ്റ്റൺ ഗ്രനേഡുകളും ലാത്തികളും പ്രയോഗിച്ചാണ് പോലീസ് ഒടുവിൽ രംഗം ശാന്തമാക്കിയത്. ഈ ഏറ്റുമുട്ടലിൽ ഇരുപക്ഷത്തും നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇസ്രായേലിൽ ഏറെക്കാലമായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സൈനിക റിക്രൂട്ട്മെന്റ് തർക്കങ്ങളുടെ ഏറ്റവും പുതിയ പ്രതിഫലനമാണ് ഈ തെരുവ് യുദ്ധം. വർഷങ്ങളായി കടുത്ത ആനുകൂല്യങ്ങളോടെ സൈനിക സേവനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരുന്ന അൾട്രാ ഓർത്തഡോക്സ് വിഭാഗങ്ങൾക്ക് ആ ഇളവ് ഇനി നൽകാനാകില്ലെന്ന സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധിക്ക് ശേഷമാണ് രാജ്യത്ത് ഈ പ്രതിസന്ധി രൂക്ഷമായത്. ഒടുവിൽ നിയമം കർശനമാക്കാൻ സർക്കാർ നിർബന്ധിതരായതോടെ ഇത് തങ്ങളുടെ മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് ഹരേതി സമൂഹം കാണുന്നത്. ഹരേതി വിഭാഗത്തിൽപ്പെട്ട 10,000-കണക്കിന് യുവാക്കൾക്കാണ് നിലവിൽ നിർബന്ധിത സൈനിക സേവനത്തിൽ ചേരണമെന്ന് കാണിച്ച് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്നാൽ ഈ ഉത്തരവുകളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് നിയമലംഘനം നടത്തുന്ന യുവാക്കളെ കണ്ടെത്താൻ പോലീസ് നടപടികൾ ശക്തമാക്കി. ഇത്തരത്തിൽ നോട്ടീസ് ലഭിച്ചിട്ടും സൈന്യത്തിൽ റിപ്പോർട്ട് ചെയ്യാത്തവരെ ഡ്രാഫ്റ്റ് ഇവേർഡേഴ്സ് ആയി പ്രഖ്യാപിച്ച് അറസ്റ്റ് ചെയ്യാനും തുടങ്ങിയതാണ് ഈ വൻ പ്രതിഷേധങ്ങൾക്ക് ആക്കം കൂട്ടിയത്. ഇസ്രയേൽ നേരിടുന്ന ഏറ്റവും സ്ഫോടനാത്മകമായ ആഭ്യന്തര വെല്ലുവിളിയായി ഈ വിഷയം മാറിക്കഴിഞ്ഞു. ഒരു വശത്ത് രാജ്യം വൻ അന്താരാഷ്ട്ര യുദ്ധങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മറുഭാഗത്ത് സ്വന്തം ജനതയ്ക്കുള്ളിൽ തന്നെയുള്ള ഈ ഭിന്നത ഇസ്രയേൽ ഭരണകൂടത്തിന് കടുത്ത തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. സാധാരണക്കാരായ ഇസ്രയേൽ പൗരന്മാർ കടുത്ത സൈനിക സേവനവും ജീവത്യാഗവും ചെയ്യുമ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം മതത്തിന്റെ പേരിൽ ഇളവ് നൽകുന്നത് നീതിയല്ലെന്ന ശക്തമായ വാദമാണ് ഇതര പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. നൂറ്റാണ്ടുകളായി തങ്ങൾ പിന്തുടരുന്ന മതപരമായ പഠനങ്ങളും ജീവിത രീതികളും സൈനിക സേവനത്തിലൂടെ തകരുമെന്നാണ് ഹരേതി നേതാക്കൾ ആരോപിക്കുന്നത്. സൈന്യത്തിൽ ചേരുന്നതോടെ തങ്ങളുടെ യുവാക്കൾ മതപരമായ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുമെന്നും അവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മരണത്തിന് തയ്യാറായാലും തങ്ങളുടെ യുവാക്കളെ സൈന്യത്തിലേക്ക് വിട്ടുകൊടുക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഈ യാഥാസ്ഥിതിക സമൂഹം. ഈ നിർബന്ധ ബുദ്ധിയാണ് പോലീസുമായുള്ള നിരന്തരമായ ഏറ്റുമുട്ടലുകളിലേക്ക് ഇവരെ നയിക്കുന്നത്. ബെയ്ത്ത് ഷമേഷിലുണ്ടായ ഈ സംഭവം ഒരൊറ്റപ്പെട്ട പ്രതിഭാസമല്ല, മറിച്ച് ഇസ്രയേലിലെമ്പാടുമുള്ള ഹരേതി കേന്ദ്രങ്ങളിൽ ഇത്തരം അസ്വസ്ഥതകൾ പുകയുന്നുണ്ട്. ജെറുസലേം, ബെനെ ബെരാക്ക് തുടങ്ങിയ നഗരങ്ങളിലും സമാന രീതിയിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും റോഡ് ഉപരോധങ്ങളും പതിവായിരിക്കുകയാണ്. നിയമപാലകരെ ശത്രുക്കളായി പ്രഖ്യാപിച്ച് തെരുവിലിറങ്ങുന്ന തീവ്ര നിലപാടുകാരായ യുവാക്കളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നത് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഈ ആഭ്യന്തര തർക്കം ഇസ്രയേലിന്റെ രാഷ്ട്രീയ സുസ്ഥിരതയെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. നിലവിലെ ഭരണകൂടത്തിൽ നിർണായക സ്വാധീനമുള്ള അൾട്രാ ഓർത്തഡോക്സ് രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ വോട്ട് ബാങ്ക് നിലനിർത്താൻ വേണ്ടി ഈ പ്രതിഷേധങ്ങൾക്ക് പരസ്യമായും രഹസ്യമായും പിന്തുണ നൽകുന്നുണ്ട്. സൈനിക നിയമം കർശനമാക്കിയാൽ സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന ഇവരുടെ ഭീഷണി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു. മറുഭാഗത്ത് ഇസ്രയേൽ സൈന്യത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ ആവശ്യകത ഏറി വരുന്ന സാഹചര്യത്തിൽ ഈ റിക്രൂട്ട്മെന്റ് ഒഴിവാക്കാനാകാത്ത ഒന്നാണ്.
ഒരേ സമയം ഒന്നിലധികം യുദ്ധമുഖങ്ങളിൽ പോരാടുന്ന ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന് നിലവിലുള്ള സൈനികരുടെ ക്ഷാമം പരിഹരിക്കാൻ ഹരേതി യുവാക്കളുടെ പങ്കാളിത്തം അത്യാവശ്യമാണ്. സൈനിക നേതൃത്വം നിയമം നടപ്പിലാക്കാൻ സമ്മർദ്ദം ചെലുത്തുമ്പോൾ രാഷ്ട്രീയ നേതൃത്വം ഇരുതല മൂർച്ചയുള്ള വാളിന്മേലാണ് നിൽക്കുന്നത്. സാധാരണ ഇസ്രയേൽ ജനതയും ഈ തീവ്ര ഓർത്തഡോക്സ് വിഭാഗവും തമ്മിലുള്ള സാമൂഹിക അകലം ഈ സംഭവത്തോടെ കൂടുതൽ വർദ്ധിച്ചിരിക്കുകയാണ്. നികുതി നൽകാതെയും സൈനിക സേവനം അനുഷ്ഠിക്കാതെയും രാജ്യത്തിന്റെ ആനുകൂല്യങ്ങൾ മാത്രം കൈപ്പറ്റുന്ന ഒരു വിഭാഗമായി ഹരേതികളെ ഭൂരിഭാഗം ജനങ്ങളും കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഈ സാമൂഹിക വിദ്വേഷം ഭാവിയിൽ വലിയ ആഭ്യന്തര കലാപങ്ങളിലേക്ക് വഴിമാറുമോ എന്ന ആശങ്കയാണ് പ്രമുഖ വിശകലന വിദഗ്ധർ പങ്കുവയ്ക്കുന്നത്. പോലീസ് സ്റ്റേഷനുകൾക്ക് നേരെയും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെയും ഉണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ രാജ്യത്തെ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയായാണ് കണക്കാക്കപ്പെടുന്നത്. അക്രമം അഴിച്ചുവിട്ടവർക്കെതിരെ കടുത്ത തീവ്രവാദ വിരുദ്ധ നിയമങ്ങൾ പ്രകാരം കേസെടുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. എന്നാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയവും മതപരമായ സെൻസിറ്റിവിറ്റിയും കാരണം കടുത്ത നടപടികളിലേക്ക് കടക്കാൻ ഭരണകൂടം പലപ്പോഴും മടിക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ഡ്രാഫ്റ്റ് ഇൻവേഡർമാരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീങ്ങുന്നതോടെ അതിക്രമങ്ങൾ ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. ഹരേതി സമൂഹത്തിലെ മുതിർന്ന റബ്ബിമാർ തങ്ങളുടെ അനുയായികളോട് തെരുവിലിറങ്ങി പ്രതിരോധിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതോടെ സൈന്യവും പോലീസും ഒരു വശത്തും വലിയൊരു ജനവിഭാഗം മറുവശത്തുമായി നിൽക്കുന്ന കടുത്ത ആഭ്യന്തര യുദ്ധസമാനമായ അന്തരീക്ഷമാണ് ഇസ്രയേലിൽ രൂപപ്പെടുന്നത്. ബാഹ്യശത്രുക്കളിൽ നിന്ന് നേരിടുന്ന വെല്ലുവിളികളെക്കാൾ മാരകമായ ഒരു ആഭ്യന്തര ശത്രുതയിലേക്കാണ് ഇസ്രയേൽ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബെയ്ത് ഷെമേഷിലെ പോലീസ് സ്റ്റേഷനു നേരെ ഉണ്ടായ ആക്രമണം അതിന്റെ ഒരു സൂചന മാത്രമാണ്. രാജ്യത്തിന്റെ നിയമവും പൗരന്മാരുടെ തുല്യതയും ഉറപ്പാക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടത്തിനു മുന്നിൽ സ്വന്തം ജനതയിലെ ഒരു വിഭാഗം തന്നെ മാരകമായ പ്രതിരോധം തീർക്കുമ്പോൾ ഈ ആഭ്യന്തര പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കുമെന്ന ചോദ്യത്തിന് ഇസ്രയേലിനു മുന്നിൽ ഇപ്പോഴും കൃത്യമായ ഉത്തരമില്ല.